സഞ്ജു സാംസൺ ഇന്ത്യ വിടണം, മറ്റേതെങ്കിലും രാജ്യത്തിനായി പാഡ് കെട്ടണം. BCCIയുടെ തുടർച്ചയായ അവഗണനയും അടുത്ത് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗും ആയിരക്കണക്കിന് ആരാധകരും ഉന്നയിക്കുന്ന ആവശ്യമാണിത്. ഉന്മുഖ് ചന്ദിനെ പോലെ സഞ്ജുവും കൂടുമാറണമെന്ന് പറയുന്നവർ ഏറെയാണ്. പക്ഷേ സഞ്ജു സാംസൺ എന്ന പോരാളി ഒരിക്കലും ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. വൈകാരികമായി ശരിയെന്ന് തോന്നുന്ന ഈ തീരുമാനം പ്രായോഗികമായി അത്ര എളുപ്പമുള്ളതല്ല. 2020 ലോകകപ്പടക്കം നേടിയിട്ടും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. സിംബാബ്വെക്കെതിരെ T20 പരമ്പരയിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞതോടെയാണ് ടീം മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനം ഉയർന്നത്. ഇതിനിടെയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗ് സഞ്ജുവിനോടായി മറ്റു രാജ്യത്തിനെ കളിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം ആരാധകരും ഏറ്റെടുത്തുവെന്ന് പറയാം. ഇത്രയും അവഗണനകൾ ഏറ്റുവാങ്ങാതെ ഇന്ത്യ വിടണമെന്ന് സഞ്ജുവിനോട് നിർദ്ദേശിക്കുന്നവർ ഏറെയാണ്. സഞ്ജുവിന് മുമ്പ് പല ഇന്ത്യൻ താരങ്ങളും ഇന്ത്യ വിട്ട് മറ്റു രാജ്യത്തിനെ കളിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ അണ്ടർ-19 ലോകകപ്പ് കിരീട ജേതാവായ നായകൻ ഉന്മുഖ് ചന്ദടക്കം ഇത്തരമൊരു കൂടുമാറ്റം നടത്തിയിരുന്നു. എന്നാൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സഞ്ജുവിനത് എളുപ്പമാവില്ല. ഇതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. സഞ്ജുവിന് മറ്റു രാജ്യത്തിനെ കളിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ ക്രിക്കറ്റുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച ശേഷം കൂളിംഗ് ഓഫ് സമയം ആവശ്യമാണ്. നിലവിലെ ICC നിയമപ്രകാരം 3 വർഷം കൂളിംഗ് ഓഫ് ടൈം ആവശ്യമാണ്. ഇതിനുശേഷം മാത്രമാണ് മറ്റു രാജ്യത്തിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ICC അസോസിയേറ്റ് രാജ്യമാണെങ്കിൽ 3 വർഷം കൂളിംഗ് ഓഫ് ടൈം നിർബന്ധമാണ്. ഇതിനുശേഷം ICCയുടെ NOCയും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. 31കാരനായ സഞ്ജുവിന് ഇപ്പോൾ മറ്റു രാജ്യത്തിനെ കളിക്കണമെങ്കിൽ ആദ്യം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം 3 വർഷത്തോളം ഇന്ത്യയിൽ മറ്റൊരു ടീമിനായും കളിക്കാൻ സാധിക്കാതെ പുറത്തിരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ തന്നെ പുതിയൊരു ടീമിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ സമയം നോക്കുമ്പോൾ കുറഞ്ഞത് 4 വർഷമെങ്കിലും സഞ്ജുവിന് ആവശ്യമായി വരും. അപ്പോൾ സഞ്ജുവിന് പ്രായം 34 കഴിയും. ഇതോടെ കരിയറിലെ നല്ല സമയം അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയാം. കൂടാതെ ഇത്തരമൊരു നീക്കത്തിന് ശ്രമിച്ചാൽ സഞ്ജുവിന്റെ IPLലെ കരിയർ അടക്കം അവസാനിക്കും. കൂടാതെ നിലവിലെ പരസ്യ വരുമാനത്തെയും ബ്രാൻഡ് അംബാസഡറിനെ തുടർന്ന് ലഭിക്കുന്ന വരുമാനത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇതെല്ലാം സഞ്ജുവിന് തിരിച്ചടികളാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് വിടുക എന്ന തീരുമാനത്തിലേക്ക് ഏതൊരു പ്രധാന താരം വന്നാലും നഷ്ടങ്ങളാവും കൂടുതലും സംഭവിക്കുക. സഞ്ജു സാംസൺ ഒരു കാരണവശാലും ഇന്ത്യൻ ടീം വിട്ട് മറ്റൊരു പദ്ധതി മനസ്സിൽ ആലോചിക്കുകയില്ലെന്ന് പറയാം. ഇത്തരം നിരവധി അവഗണനകളെ മറികടന്നു വന്നവനാണ് സഞ്ജു സാംസൺ. വിമർശകരുടെയെല്ലാം വായടപ്പിച്ച് പൊരുതി വന്നത് തന്നെയാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം താൽക്കാലികമായ തിരിച്ചടികൾ മാത്രമാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സഞ്ജു സാംസണിന്റെ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വൈകാരികമായി ചിന്തിക്കുമ്പോൾ ഇന്ത്യ വിടുക എന്നത് വലിയൊരു ബദലായി തോന്നാമെങ്കിലും പ്രായോഗികമായി അത് സഞ്ജുവിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന തീരുമാനമായി മാറും. തിരിച്ചടികളും അവഗണനകളും സഞ്ജുവിന് പുതിയതല്ല. അവയോടൊക്കെ പൊരുതിയാണ് മലയാളി താരം ഇന്ന് ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ തല്ലി തുറന്നത്. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് സഞ്ജു സാംസൺ അതിശക്തമായി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.